ഓണക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണപ്പൂവ് എന്ന് വിശേഷമുള്ള പൂവ് കാശിത്തുമ്പ. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം 1961. രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഏതു പേരിൽ? അമ്മായി ഓണം. ഓണം ആഘോഷിക്കുന്നത് എന്നാണ്? ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ഓണപ്പാട്ടുകാർ എന്ന കവിത ആരെഴുതിയതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മഹാബലിയുടെ പിതാവിൻ്റെ പേര് വീരോചനൻ. ഓണം കേറാമൂല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം കുഗ്രാമം. മഹാബലി എന്ന വാക്കിനർത്ഥം എന്താണ്? വലിയ ത്യാഗം ചെയ്തവൻ. നാലാം ഓണം ഏതു മഹാന്റെ ജന്മദിനമാണ്? ശ്രീനാരായണ ഗുരു. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? ഇന്ദ്രസേനൻ. സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ദ്രവീഴ. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളമിടുന്നത്. ഏതു നാളിലാണത്? മൂലം നാൾ. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെ? തമിഴ്നാട്. മഹാബലിയുടെ പത്നിയുടെ പേര് എന്താണ്? വിന്ധ്യാവലി. തിരുവോണത്തിൻ്റെ തലേ ദിവസം ഏത് നാളാണ്? ഉത്രാടം. വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ ആരാണ് മഹാബലിയെ അത് നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്? അസുരഗുരു ശുക്രാചാര്യൻ. ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ, പൊന്നും ചിങ്ങം വന്നിട്ടും നീ മിന്നും മാലയും കെട്ടിയില്ലേ. ഓണത്തെക്കുറിച്ചുള്ള ഈ കാവ്യശകലം ആരുടേതാണ്? ചങ്ങമ്പുഴ. തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണ്? മധുരൈ കാഞ്ചി. ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത് ഏത് നാളിലാണ്? ചോതിനാൾ മുതൽ. തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? തൃക്കാക്കരയപ്പന്. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ പിതാവ് ആരാണ്? കശ്യപൻ. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ മാതാവ് ആരാണ്? അദിതി. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? 5ാമത്തെ. വാമനാവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ്? ത്രേതായുഗത്തിൽ. മഹാബലിയുടെ പുത്രൻ്റെ പേര് എന്താണ്? ബാണാസുരൻ. മഹാബലി നർമ്മദാ നദിയുടെ വടക്കേക്കരയിൽ എവിടെയാണ് യാഗം നടത്തിയിരുന്നത്? ഭൃഗുകച്ചം എന്ന സ്ഥലത്ത്. ഏത് നാളാണ് പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഇടേണ്ടത്? ഉത്രാടനാൾ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം. മഹാബലിയുടെ മുത്തച്ഛൻ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം എല്ലാവരും കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. എല്ലാവർക്കും ഓണാശംസകൾ.